ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 136 സിംഗിൾ നമ്പർ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ എ നോൺ എം ടി അറേ ഓഫ് ഇൻറ്റിജേഴ്സ് നംസ് എവറി എലമെന്റ് അപ്പിയേഴ്സ് ട്വൈസ് എക്സെപ്റ്റ് ഫോർ ദാറ്റ് വൺ. ഫൈൻഡ് ദാറ്റ് സിംഗിൾ വൺ. യു മസ്റ്റ് ഇംപ്ലിമെന്റ് എ സൊല്യൂഷൻ വിത്ത് എ ലീനിയർ റൺ ടൈം കോംപ്ലക്സിറ്റി ആൻഡ് യൂസ് ഓൺലി കോൺസ്റ്റന്റ് എക്സ്ട്രാ സ്പേസ്. ഓക്കെ, സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, ഒരു നംസ് അറേ തന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് എല്ലാ നമ്പറും 2 തവണ വരും, പക്ഷെ ഒരു നമ്പർ മാത്രം ഒരു തവണയേ വരത്തുള്ളൂ. ആ നമ്പറിനെ ഔട്ട്പുട്ട് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയുണ്ട്. നമുക്ക് ഒന്നുകിൽ ഇത് മാപ്പ് സ്റ്റോർ ചെയ്യാം, പക്ഷേ ഇതിനെക്കാട്ടി എഫിഷ്യൻ്റ് ആയ ഫോർമുല എന്ന് പറയുന്നത് ബിറ്റ് മാനിപ്പുലേഷൻ തന്നെയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ എക്സോർ എന്ന് പറയുന്ന സാധനം എന്താണ്? എക്സോർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സോറിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 വന്നു കഴിഞ്ഞാൽ 0, 1 വന്നു കഴിഞ്ഞാൽ 0, പക്ഷെ 10 വന്നു കഴിഞ്ഞാൽ 1, 0 വന്നു കഴിഞ്ഞാലും 1. ഇതാണ് എക്സോറിന്റെ റൂൾ എന്ന് പറയുന്നത്. എന്താണ് 0 എന്തെങ്കിലും സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് 0 ആണ്. അതാണ് എക്സോറിന്റെ റൂൾ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5 4 XOR 4 എന്നിട്ട് അതിന്റെ ആൻസർ എന്തായിരിക്കും? 4 XOR 4ന്റെ ആൻസർ എന്ന് പറയുന്നത് സെയിം വന്നു കഴിഞ്ഞാൽ 0 ആണല്ലോ. അപ്പൊ നമ്മൾ 2 സെയിം സാധനം എടുത്തുകൊണ്ടാണെങ്കിൽ 0 വരുന്നത്, അപ്പൊ അതിന്റെ ആൻസർ 0 ആയിരിക്കും. അത് ഒന്നാമത്തെ റൂൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറെ റൂൾ എന്ന് പറഞ്ഞാൽ 0 XOR എന്ത് നമ്പർ വന്നാലും, ഇതിപ്പോൾ 4 ആവണമെന്നില്ല, എന്ത് നമ്പർ വന്നാലും, എ ആണോ ബി ആണോ എന്തോണോ ആവാം. അപ്പം 0 XOR എന്ത് നമ്പർ വന്നാലും എ തന്നെ ആയിരിക്കും. അതാണ് അടുത്ത ഒരു റൂൾ എന്ന് പറയുന്നത്. ഈ 2 റൂളിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് എല്ലാ നമ്പറും ട്വൈസ് ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈച്ച് എലമെന്റ് എടുക്കുന്നു. ഈച്ച് എലമെന്റ് എടുത്തിട്ട് നമ്മൾ ആ എലമെന്റിനെ പുറകിലുള്ള എലമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അതിനെ അടുത്ത എലമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു, അതിനെ അടുത്ത എലമെന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ അറയ്ക്കകത്ത് 2 to 1 ആണെന്ന് വെച്ചു. കണ്ട ഈ എക്സാമ്പിൾ, ഈ അറയ്ക്കകത്ത് 2 to 1 അല്ലേ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ 2 to 1 ആണെന്ന് വെച്ചു. നമ്മൾ ആദ്യം 2 എടുക്കുന്നു, അതിനെ നമ്മൾ 0 ആയിട്ട് സ്റ്റോർ ചെയ്യും. നമ്മൾ ആദ്യം വാല്യൂ 0 ആയിട്ട് എടുക്കുന്നു, ഇനിഷ്യൽ വാല്യൂ, പിന്നെ 0 ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. 2നെ 0 ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2 തന്നെയാണ്. 2നെ പിന്നെയും 2 ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. 2നെ പിന്നെയും 2 ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0 ആണ്. അപ്പോൾ 0നെ പിന്നെ 1 ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. 0നെ 1 ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ പിന്നെ കിട്ടുന്ന ആൻസർ 1 ആണ്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആ യുണീക്ക് നമ്പർ ആയിരിക്കും. കാര്യം ഈ 2 കട്ടായി പോകും. 2 0 ആണല്ലോ, പിന്നെ 0 1 ആണെങ്കിൽ 0. പിന്നെ ഇതിനകത്താണെങ്കിൽ 4 ആണ് യുണീക്ക് നമ്പർ. 4ഉം 0യും സ്റ്റോർ ചെയ്യുമ്പോൾ 4 വരും. 4 വരുന്നത് 4 ആണ്, 4 വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4ഉം 1ഉം സ്റ്റോർ ചെയ്യും, എന്തെങ്കിലും വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ 1ഉം 1ഉം കട്ടായി പോകും. മനസ്സിലായില്ലേ? നമ്മൾ 1ഉം 1ഉം കട്ടായി പോകും. കാര്യം എന്തായാലും 1ഉം 1ഉം കട്ടായി പോകും. പിന്നെ 2ഉം 2ഉം കട്ടായി പോകും. കാര്യം 2 2 ആണെങ്കിൽ അതിൻ്റെയും സ്റ്റോർ 0 ആണ്. പിന്നെ അവസാനം നമുക്ക് ലഭിക്കുന്ന ഈ 4 മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അപ്രോച്ച് പോകുന്നത്. അതാണ് ഇതിനകത്തുള്ള റൂൾ എന്ന് പറയുന്നത്. ട്വൈസ് ആണ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളെങ്കിൽ സ്റ്റോർ ഉപയോഗിക്കാം. നമുക്ക് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. 4 I is equal to 0, I less than dot size equal plus minus equal to a is equal to XOR എന്താണ്? nums of I അല്ലേ? റിട്ടേൺ എ. ഇതിലെ ആൻസർ ഇങ്ങനെയല്ലേ വരെയുള്ളൂ. ഇല്ല, ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ, ഈച്ച് നമ്പർ നംസറിലുള്ള ഈച്ച് നമ്പറിനെ നമ്മൾ അതിനായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് പോകുന്ന അവസാനം കിട്ടുന്ന ആൻസർ ആ ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും. അത് എങ്ങനെയാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്? ട്വൈസ് വരുന്നതുകൊണ്ടാണ് ആ റൂൾ വരുന്നത്. ഓക്കെ അവർ നോക്കാം. ഓക്കെ ഡൺ.